പള്ളുരുത്തി സെന്റ് റീത്ത സ്കൂളിലെ ശിരോവസ്ത്ര വിലക്കിൽ DDE റിപ്പോർട്ട് റദ്ദാക്കണമെന്ന സ്കൂളിന്റെ ആവശ്യം ഹൈക്കോടതി പരിഗണിച്ചില്ല. ശിരോവസ്ത്രം ധരിച്ച് കുട്ടിയെ സ്കൂളിൽ പ്രവേശിപ്പിക്കണമെന്നായിരുന്നു DDE നിർദ്ദേശം. സാമൂഹിക സംഘർഷം ഒഴിവാക്കാൻ സ്കൂൾ മാറുന്നുവെന്ന വിദ്യാർത്ഥിയുടെ നിലപാട് കോടതി അംഗീകരിച്ചു. പ്രശ്നം സമാധാനപരമായി അവസാനിപ്പിച്ചുകൂടെയെന്നും മാനേജ്മെന്റിനോട് കോടതി ചോദിച്ചു. കുട്ടിക്ക് അവിടെ ഹിജാബ് ധരിച്ച് പഠിക്കാവുന്ന ഒരു സാമൂഹ്യ സാഹചര്യം നിലനിൽക്കാത്തൊരു സന്ദർഭമായതുകൊണ്ട് അവിടെ തുടർന്ന് പഠിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു കേസിൽ തുടർന്ന് കൊണ്ടുപോകേണ്ട സാഹചര്യവും ഇല്ല. കാരണം വിദ്യാർത്ഥിനി ഏതെങ്കിലും തരത്തിൽ ഈ ഒരു സാമൂഹികമായിട്ടുള്ള ഒരു പ്രശ്നം നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കാത്തതുകൊണ്ട് അത് അവസാനിപ്പിക്കണമെന്ന് ആഗ്രഹമുള്ളതുകൊണ്ടും അവരുടെ നീതിയുടെ ചോദ്യം ബാക്കിയാക്കിക്കൊണ്ട് തന്നെ വേദനയോടെ അത് അവസാനിപ്പിക്കുന്നു എന്ന നിലപാടാണ് കോടതിയിൽ സ്വീകരിച്ചത്. കോടതിയുടെ ഉത്തരവ് ബഹുമാനപ്പെട്ട കോടതിയിൽ നമ്മൾ കേട്ടത്, ഒന്ന്, ഈ പ്രശ്നം മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നില്ല എന്ന വിദ്യാർത്ഥിനിയുടെ നിലപാടിനെ സ്വാഗതം ചെയ്യുകയും അത് ഉത്തരവിൽ രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സാഹോദര്യമാണ് നിലനിൽക്കേണ്ടത് എന്ന തരത്തിലുള്ളൊരു പരാമർശം കൂടി കോടതി ഉത്തരവിലുണ്ട്. മൊഹ്സന അസു വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. മൊഹ്സന, ഈ വിഷയം ഇവിടെ അവസാനിക്കുന്നു എന്നാണോ? കോടതിയിൽ ഇന്ന് എന്താണ് നടന്നത്? അമൃത സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത് DDE ഉത്തരവ് റദ്ദാക്കണമെന്ന സെന്റ് റീത്ത സ്കൂളിന്റെ ഹർജിയാണ് ഇന്ന് ഹൈക്കോടതി പരിഗണിച്ചത്. പക്ഷേ ഇവിടെ ഏറെ ശ്രദ്ധേയമായത്, ഈ വിഷയത്തിൽ കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് പോകാൻ താല്പര്യമില്ല, സ്കൂൾ മാറുന്നു എന്ന വിദ്യാർത്ഥിയുടെ ഭാഗം അംഗീകരിച്ച്, പിതാവിൻ്റെ ഭാഗം അംഗീകരിച്ചാണ് കോടതി ഇന്നിപ്പോൾ ഈ വിഷയത്തിൽ തീർപ്പ് കൽപ്പിച്ചിരിക്കുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ട് തുടർ നടപടികൾ ഹൈക്കോടതി ഭാഗത്തുനിന്ന് ഉണ്ടാകില്ല എന്ന് തന്നെയാണ് ഇന്ന് ഹൈക്കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. നേരത്തെ അഭിഭാഷകൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഫ്രട്ടേണിറ്റി എന്ന വാക്ക് വളരെ വ്യക്തമായി തന്നെ ഇതിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. അതായത് DDE റിപ്പോർട്ട് റദ്ദാക്കിയിട്ടില്ല എന്നുള്ള ശ്രദ്ധേയമായ കാര്യം കൂടി നമുക്ക് എടുത്തു പറയുന്നത്. അതായത് സർക്കാർ കൃത്യമായി പറഞ്ഞിരുന്നു, അതായത് ഭരണഘടന അനുവദിച്ചിരിക്കുന്ന എല്ലാ അവകാശങ്ങളോടുകൂടി ഹിജാബ് ധരിച്ചുകൊണ്ട് ഒരു കുട്ടിക്ക് സ്കൂളിൽ വരാൻ പറ്റുന്നൊരു സാഹചര്യം ഉണ്ടാകണം. അത് വിലക്കുന്ന നടപടി ഒരു കാരണവശാലും അംഗീകരിക്കാൻ സാധിക്കില്ല. അത് CBSE സ്കൂളാണെങ്കിൽ പോലും സംസ്ഥാന സർക്കാരിൻ്റെ കീഴിലുള്ള ഒരു സ്കൂളാണ്. അത്തരത്തിൽ ഭരണഘടന അനുവദിച്ചു കൊടുക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ അംഗീകരിച്ചുകൊണ്ടുള്ള വിഷയങ്ങൾ ഒരു സ്കൂളിൽ വേണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടായിരുന്നു DDE റിപ്പോർട്ട് നേരത്തെ നൽകിയിരുന്നത്. വീണ്ടും സത്യവാങ്മൂലം ഒന്നുകൂടി പരിഗണിച്ചിരുന്നു. ഇതിനെ എതിർത്തുകൊണ്ടായിരുന്നു സെന്റ് റീത്ത സ്കൂൾ അധികൃതർ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നത്. ഇത് പരിഗണിച്ച വേളയിലാണ് കുട്ടി കുടുംബവും നേരിട്ട് എത്തി എന്നുള്ളതാണ്. കുട്ടി ഹൈക്കോടതിയിൽ നേരിട്ട് എത്തിയിട്ടുണ്ടായിരുന്നു. പിതാവും അതിനുശേഷം ഇവരുടെ നിലപാട് വ്യക്തമാക്കിയിരുന്നു. സാമൂഹ്യ സാഹചര്യം വഷളാക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നതോ അത് മറ്റു പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കുന്ന കാര്യങ്ങളിലേക്ക് പോകുന്നത് താല്പര്യപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ മറ്റൊരു സ്കൂളിൽ തുടർന്ന് പഠിക്കാനാണ് ആഗ്രഹിക്കുന്നത് എന്ന് പറഞ്ഞതോടുകൂടി മറ്റുള്ള വിഷയങ്ങളെല്ലാം നല്ല അപ്രസക്തമാകുന്നു എന്നുള്ള ഒരു നിലയിലേക്കാണ് കോടതി എത്തിച്ചേർന്നതാണെങ്കിലും ഈ വിഷയത്തിൽ ഈ പള്ളുരുത്തി ഹിജാബ് വിഷയത്തിൽ ഹൈക്കോടതി മറ്റ് തുടർ നടപടികളില്ല എന്ന് വളരെ വ്യക്തമാക്കിയിരിക്കുകയാണ്. അമൃത. ശരി, മൊഹ്സന അസുവാണ് വിവരങ്ങൾ നൽകിയത്.